ഓക്കെ, ഇവിടെ ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ ഈ മഴയും വെള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തിലൊരു കഥ ഓർമ്മ വന്നു. ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്ന് അധികം ആയില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ മിങ്കിളായി വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് പ്രശ്നം ലാംഗ്വേജ് ബാരിയർ ആയിരുന്നു. എനിക്ക് ഹിന്ദി അറിയാവുള്ളൂ. അപ്പം കുറച്ച് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഹിന്ദിയും പോയി മലയാളം പോയി എല്ലാം പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ നെടുമങ്ങാട്, നമ്മുടെ തറവാട് തൊട്ട് ബാക്കിൽ തന്നെ ഒരു വലിയ ആറുണ്ട്. അപ്പോൾ ആ ആറിൽ ഇവരൊക്കെ കുളിക്കും. ഇവർക്ക് സർവ്വസാധാരണമാണല്ലോ അവിടെ കാണുന്നവർക്ക്, അത് അവർ കുളിക്കാറുണ്ട്. എനിക്കിതൊരു പുതുമയുള്ളൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇവരൊരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് എൻ്റെ കസിൻസിൻ്റെ വലിയേട്ടനും കൊച്ചേട്ടനും എല്ലാവരും ഉണ്ട്. എനിക്ക് അവരെയാണ് ഇപ്പോൾ കൂടുതൽ ഓർമ്മ വരുന്നത്. അപ്പം അതിൽ കൊച്ചേട്ടനാണെന്ന് തോന്നുന്നു. കൊച്ചേട്ടൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ ആഴമുള്ള ആറൊന്നും അല്ല, കാൽപാദത്തിൽ നടന്നു പോകും. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ മുങ്ങാനൊക്കെ പറ്റും, അത്രയുള്ളൊരിത്. എന്നുവെച്ചാൽ അപ്പോൾ ഈ കൊച്ചേട്ടൻ എന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തു. അപ്പോൾ എൻ്റെ ഈ പേടി കാരണം ഞാൻ വീണിട്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി. അതെൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ട്രോമ. എനിക്ക് വെള്ളത്തിൻ്റെ അകത്ത് ഞാനങ്ങനെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തോ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് പാമ്പാവാം എന്നുള്ള മൈൻഡിലെ ധാരണയാണ് ഇപ്പോഴും. പാമ്പായിരിക്കില്ല, അതെന്തേലും ഒരു വസ്തുക്കളായിരിക്കും. അല്ലെ എന്താ, നമ്മൾ കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ പറയാൻ കാരണം, ഈ ട്രോമ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത് കഴിഞ്ഞ വർഷം നമ്മൾ കോൺവാളിൽ ഇവിടെ പോയപ്പോൾ. ആദ്യം പോയപ്പോൾ അവിടെ ഫുൾ എന്താ പറയുക, വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു ഹസ്ബൻഡും കൂടെ പോയപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് വരാൻ നേരത്ത് അവിടെ ഫുൾ വെള്ളമായി, ക്ലോസായി. നമുക്ക് പിന്നെ വരാൻ വേറെ വഴിയില്ല. ആ സീ കടന്നേ നമുക്ക് അപ്പുറത്തെ കരയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ ഹസ്ബൻഡുണ്ട്, അവനെല്ലാം ക്യാരി ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അവൻ പറയണം, വാദിക നിനക്ക് വരാൻ പറ്റും എന്നും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം എനിക്ക് വരാൻ പറ്റുന്നില്ല. അപ്പം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ മൊത്തം എൻ്റെ ബാക്ക് ചൈൽഡ്ഹുഡിൽ നടന്ന ആ ട്രോമ എനിക്ക് കയറി വന്നു. ഞാൻ വിചാരിക്കും, ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ പോവോ, ഞാൻ മുങ്ങിപ്പോവോ, ഈ പേടിയൊക്കെ. ഞാൻ എങ്ങനെയൊക്കെയോ നല്ല അത്യാവശ്യം ഒരു ഒഴുക്കുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ വീഴത്തൊന്നുമില്ല, നമ്മളെക്കാട്ടി ഫ്രണ്ടിൽ കുറേ പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കടന്നു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. കാരണം നമുക്ക് അങ്ങനെ ഗൈഡ് ചെയ്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ട്രോമ പതിയെ മാറും. ഇങ്ങനെയൊക്കെ ട്രോമ പലർക്കും പല രീതിയിലും വരുമായിരിക്കും. എനിക്ക് വന്നൊരു ട്രോമ പിന്നെ ഇപ്പോഴത്തെ മഴയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ചൈൽഡ്ഹുഡിലൊരു കാര്യം. അങ്ങനെ ഷെയർ ചെയ്തതായി ഒരു കാര്യം. എന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ചുറ്റും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് എടുത്താൽ നമ്മളുടെ ഈ ഒരു പേടിയോ ട്രോമയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റും. അത് തന്നെ ഉള്ളൂ അല്ലേ?